കുറച്ച് കയ്പയ്ക്ക വിളവായിട്ടുണ്ട്. അറുത്തിട്ട് വരാം. കുറച്ചധികം പൊട്ടിക്കാനുണ്ട്. അത്യാവശ്യം വലിപ്പം വെക്കുന്ന കയ്പയ്ക്കയാണ് കേട്ടോ അത്. കയ്പയ്ക്ക കൊണ്ട് പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ഉപ്പേരിയും, തോരൻ, തീയൽ, പിന്നെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാം, ഫ്രഷ് ആയതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഇപ്പോൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കാം. പടവലയും നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. കുറേ എണ്ണം ആദ്യമൊക്കെ പൊട്ടിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഇതാ വീണ്ടും അതിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ പൂവുകളും ഉണ്ട്, ഇതിൻ്റെ ഇടയിലായിട്ട് പൂവുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ കയ്പയ്ക്ക കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കത്ര ധൈര്യത്തോടെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. കയ്പയ്ക്കയിൽ കീടനാശിനി കൂടുതലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, മിക്കവാറും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുക. ഇനി അഥവാ വീട്ടിൽ നിന്നല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതാണെങ്കിൽ കുറച്ച് പുളിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അരമണിക്കൂറിന് ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വളരെയധികം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് കയ്പയ്ക്ക. അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കയ്പയ്ക്കനെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ഇവിടെ ഇപ്പോൾ കുറച്ചധികം കയ്പയ്ക്ക കിട്ടിയതുകൊണ്ട് ഞാനിത് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മളത് 1 വർഷം വരെയൊക്കെ കേടുകൂടാതെ ഉപയോഗിക്കാറുണ്ട്. നമ്മളിവിടെ പനിയൊക്കെ വരുന്ന സമയത്ത് ഈ കയ്പയ്ക്ക ഉപ്പേരിയോ അല്ലെങ്കിൽ കയ്പയ്ക്ക കൊണ്ടാട്ടമൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. കൊണ്ടാട്ടത്തിനായിട്ട് നമുക്ക് കയ്പയ്ക്ക ഒന്ന് മുറിച്ചെടുക്കാം. സാധാരണ ഉപ്പേരി വയ്ക്കണേക്കാളും കുറച്ചുകൂടി കനത്തിലാണ് ഞാനിവിടെ നുറുക്കിയിട്ടുള്ളത്. ഇത് വേവിക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുകയും ചെയ്യണേ. ഇപ്പോൾ ഇത് ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ അത് നമ്മൾ 1 ടീസ്പൂണോളം ഉപ്പ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം ഉടഞ്ഞ് വേവാൻ പാടില്ല. ഇനി നമുക്ക് ഇത് ഒരു വൃത്തിയുള്ള തുണിയിൽ ഉണക്കിയെടുക്കാം. അധികം ഇങ്ങനെ കൂടിക്കിടക്കാത്ത രീതിയിൽ വേണം ഉണക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഒരു 3 ദിവസമൊക്കെ എടുത്തു ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വെയിലില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ദിവസവും അടുപ്പ് കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ അടുപ്പിന് ചുറ്റും ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഒരു കാറ്റ് കടക്കാത്തൊരു പാത്രത്തിൽ നന്നായിട്ട് അടച്ചു വെക്കണം. പിന്നെ അത് 1 വർഷത്തോളം കേടുകൂടാതെ ഇരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു 4-5 കിലോ കയ്പയ്ക്ക എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങി കഴിയുമ്പോഴേക്കും ഒരു 6-1 ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു കാറ്റ് കിടക്കാത്തൊരു പാത്രത്തിൽ ഇത് നമുക്ക് അടച്ചു വെക്കാം. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 3/4 കിലോളം കയ്പയ്ക്ക നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ കൊണ്ടാട്ടം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഈ കൊണ്ടാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉണക്കിയെടുക്കുമ്പോൾ അത് ക്വാണ്ടിറ്റി കുറയും. പക്ഷെ അതേപോലെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ആ പഴയ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ പൊരിഞ്ഞ് വീർത്ത് വലുതായിട്ട് വരും. അങ്ങനെ നമ്മുടെ കയ്പയ്ക്ക കൊണ്ടാട്ടം കറക്റ്റായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഗോൾഡൻ കളറാവുമ്പോൾ ഇതൊന്ന് എടുക്കണം. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാനും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.